ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 9 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ഞാൻ ഈ ഒരു വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടി വന്നതാന്നുള്ളത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോസ് കട്ട് ചെയ്തിട്ട് പോകരുത്. ചെമ്പരത്തിപ്പൂ ഇല്ലാതെ നമ്മുടെ ഇന്നത്തെ പാക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിതാ ഈ ഒരു ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഞാൻ ഇന്ന് എടുക്കുന്നത്. വേലിച്ചെമ്പരത്തി ഞാൻ എടുക്കുന്നില്ല. വേലിച്ചെമ്പരത്തിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് വേലിച്ചെമ്പരത്തി കിട്ടുമെങ്കിൽ വേലിച്ചെമ്പരത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് ചെമ്പരത്തിപ്പൂവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു തിരിച്ചെമ്പരത്തി എന്നൊക്കെ പറയും. തിരിയാണോ എന്താ പറയുക, മുളക് ചെമ്പരത്തി, ഞങ്ങളിവിടെ മുളക് ചെമ്പരത്തി എന്നൊക്കെ പറയും കേട്ടോ. അത് നമ്മളങ്ങനെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഭയങ്കര എന്താ പറയുക, വഴുവഴുപ്പുള്ളൊരു ചെമ്പരത്തിപ്പൂ അല്ലേ അത്. അപ്പോൾ അതല്ലാതെ വേറെ ഏത് ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായിട്ടും കാര്യമില്ല, ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇന്നത്തെ പാക്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും പിന്നെ എന്താ പറയുക, മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനൊക്കെ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കുറച്ച് ചെമ്പരത്തിപ്പൂ അവിടെയാണ്, അവിടെ നിന്നും കൂടി കുറച്ച് പറിക്കട്ടെ കേട്ടോ. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ പാക്കിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ സ്പ്ലിറ്റൻസ് ആണ് കേട്ടോ. ഇപ്പോൾ താരൻ്റെ പ്രശ്നമായിക്കോട്ടെ, മുടി കൊഴിച്ചിലായിക്കോട്ടെ, അതിനേക്കാളൊക്കെ എല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നത് സ്പ്ലിറ്റൻസ് ആണ്. അപ്പോൾ സ്പ്ലിറ്റൻസ് വരാൻ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് നമുക്ക് സ്പ്ലിറ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി ഡ്രൈ ആവാതെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയല്ല, ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നമ്മൾ ഇതുപോലെയുള്ള മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹെയർ പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളില്ലേ, അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ കൂടെ ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വലിയ രീതിയിൽ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം കേട്ടോ, ഒന്നല്ല, ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് വേണം. അപ്പോൾ അടുത്ത എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് ചെത്തിപ്പൂവാണ് കേട്ടോ. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ചെമ്പരത്തിപ്പൂടി ഒന്ന് വെക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ചെത്തിപ്പൂവാണ്. ചെത്തിപ്പൂ നിർബന്ധമില്ല കേട്ടോ, പക്ഷേ എനിക്കിന്ന് ഇവിടെ ചെത്തി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെത്തി ഉണ്ടെങ്കിൽ, ഇവിടെ പറിക്കാൻ കുറച്ച് റിസ്ക് ആണ്. ഇതുണ്ടോ, ഞാനിതാ ഒരു കൊല ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ചെത്തി ഒരുപാടൊന്നും ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെത്തിപ്പൂ ഇന്നത്തെ ഹെയർ പാക്കിൽ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. നല്ലതാണ്. നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നില്ലേ, അതേ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ ചെത്തിപ്പൂ ഉപയോഗിക്കുമ്പോൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ ചെത്തിപ്പൂവാണ് ഉള്ളതെങ്കിൽ ചെത്തി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെത്തിയില്ല, ചെമ്പരത്തിയാണെങ്കിൽ ചെമ്പരത്തി മാത്രമായിട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ചെത്തി പറിച്ചിട്ടുണ്ട്. ചെത്തി വേറെ കളർ ഉണ്ട് കേട്ടോ, നല്ല റെഡ് കളറിൽ, കടും റെഡ്. എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ആ ഒരു ചെത്തിപ്പൂ എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ചെത്തിയില്ലേ, ഇതിപ്പോൾ ആയിട്ടില്ല, ഇത് പറിച്ച അമ്മേനെ ശരിയാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ചെത്തിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, എന്നാലും നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഹെയർ പാക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് കേട്ടോ. ഏത് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അലോവേറയാണ്. ഞാനിവിടെ കത്തിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അലോവേറ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു ലീഫ് അത് മതി കേട്ടോ. ഒരു ലീഫ് അലോവേറ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലിപ്പോൾ ചെത്തിപ്പൂ ഇല്ല, ചെമ്പരത്തിപ്പൂ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ അലോവേറ ഉപയോഗിച്ച് മാത്രമാണെങ്കിലും നമ്മുടെ ഇന്നത്തെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ,
നമുക്കിപ്പോൾ പുറമേ നിന്നൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. നല്ല സപ്പോർട്ടാണ് കേട്ടോ അവരൊക്കെ. നമുക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറമേ ഉള്ളവർക്ക് ചിലപ്പോൾ അലോവേര നന്നായിട്ട് കിട്ടുമായിരിക്കും. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് പുറമേത്തെ കാര്യം അധികം അറിയില്ല, എങ്കിലും നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അലോവേരയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അലോവേര ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെത്തിപ്പൂവില്ല ചെമ്പരത്തിപ്പൂവില്ല എന്നാണെങ്കിൽ അലോവേര ഉപയോഗിച്ച് ചെയ്യാം. ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ആണെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അലോവേര ഒരുപാടൊന്നും ആവശ്യമില്ല, ഒറ്റ ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അലോവേര മാത്രം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പാക്ക് ചെയ്യുന്നതെങ്കിൽ അലോവേര ഒരു 2-3 ലീഫൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ എല്ലാം ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പൂമ്പൊടിയും തണ്ടും ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ചിലരൊക്കെ അത് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ എന്നോട് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു പൂമ്പൊടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒഴിവാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പൊഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ചെമ്പരത്തിപ്പൂ എല്ലാം തന്നെ പൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറിച്ചിട്ടുള്ള ചെത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ചെത്തിപ്പൂ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് മൊത്തമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെത്തിപ്പൂ നമ്മൾ എണ്ണയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കും കേട്ടോ. നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെമ്പരത്തിപ്പൂ എങ്ങനെയാണോ നമ്മുടെ മുടിക്ക് അതുപോലെ തന്നെയാണ് ചെത്തിപ്പൂ. നമ്മുടെ മുടി നന്നായിട്ട് എന്താ പറയുക സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും മുടി വളരാനായിട്ട് ചെത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് പിച്ചി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് അലോവേരയാണ്. അപ്പോൾ ഞാൻ ഇതവിടെ ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ടയൊന്നും ഇല്ലാത്ത ജെല്ലൊന്നും അല്ല, കട്ടയോട് കൂടിയാണ് ഞാൻ ജെല്ല് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ലീഫ് അലോവേരയുടെ ജെല്ല് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഇല്ല എന്നാണെങ്കിൽ അലോവേര കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ എടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തൈര് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ മുടിക്ക് തൈര് എന്തെങ്കിലും സ്യൂട്ടാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഒരു തവി കഞ്ഞിവെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കഞ്ഞിവെള്ളം ഒരുപാട് ആവരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് പാക്ക് കിട്ടണം. തിക്കായിട്ടല്ല, ലിക്വിഡ് ഫോമിലാണ് കിട്ടുക. പക്ഷേ ഒരു കുഴമ്പൽ പരുവത്തിൽ നമുക്ക് പാക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. നമ്മുടെ പാക്കിൽ നിന്ന് എന്തായാലും കുറച്ചൊരു ലൂസായിട്ട് ഒരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിക്കരുത്. ഞാൻ പറഞ്ഞ ആ ഒരു അളവിൽ മാത്രമേ നിങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു റെഡ് കളറിലാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇത്. അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്തേക്ക് തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മുടിക്ക് ആ ഒരു മോയ്സ്ചർ തരാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്നും തേക്കേണ്ട, അങ്ങനെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പാക്കും തേക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. പിന്നെ ലിക്വിഡ് ഫോമിലുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് മുടിയൊന്ന് പിഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയുടെ അറ്റത്തേക്കൊക്കെ ഇത് നന്നായിട്ട് വന്നോളും. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെമ്പരത്തിപ്പൂ ഇല്ല ചെത്തിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ അലോവേര മാത്രം ഉപയോഗിച്ച് ചെയ്യാം. ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ ചെത്തിപ്പൂ മാത്രം ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചലഞ്ചിൽ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊന്നും നമ്മുടെ ചലഞ്ചിൽ ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ച ഒരു സാധനവും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ജസ്റ്റ് നിങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടെങ്കിലും നമ്മുടെ ഹെയർ പാക്ക് നിങ്ങൾ ചെയ്യാം കേട്ടോ. കഞ്ഞിവെള്ളം മാത്രമായിട്ട് മുടിയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ചേർത്തിയ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം.
അപ്പൊ ഞാനിത് ആ പാക്ക് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇനി തണുപ്പ് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 10ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ മുടി വെറുതെ വെള്ളത്തിലൊന്നും കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡ്രൈ ഹെയർകാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു 2 ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുടിയിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ പറ്റുന്നവർ പറ്റുന്നത് പോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് എന്തായാലും നിങ്ങൾ കമന്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.